ഭാരത് എനർജി സമ്മിറ്റിൻ്റെ സമാപന സമയത്താണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വൈദ്യുതി മേഖലയിൽ എത്രമാത്രം പണം മുടക്കിയിട്ടുണ്ടെന്ന് ഊഹിക്കാൻ പറ്റും. കേരളം എന്ന് പറയുമ്പോൾ KSEB ഊർജ ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലകളിലായി കഴിഞ്ഞ 10 വർഷങ്ങൾ 2016 മുതൽ ഈ ഡിസംബർ വരെയുള്ള 2025 ഡിസംബർ വരെ എത്ര കോടി രൂപ മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ടെന്നറിയാമോ? ഒരു പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ്. ഒറ്റ സ്ഥാപനമായി പ്രസരണ വിതരണ ഉൽപ്പാദന മേഖലകൾ ഒറ്റ കുടക്കുഴിയിൽ തന്നെ ഒറ്റ സ്ഥാപനമായി തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമാണ് KSEB. അപ്പം കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ടാവാം? 25,500 കോടി രൂപയിലധികം മുതൽ മുടക്കാണ് കഴിഞ്ഞ ഡിസംബർ വരെ 2016 മുതൽ കഴിഞ്ഞ ഡിസംബർ വരെ നടത്തിയിരിക്കുന്ന മുതൽ മുടക്ക്. ഇതിൽ പ്രധാനമായിട്ടും വൈദ്യുതി വിതരണ മേഖലയിലാണ് 15,000 കോടി രൂപയോളം മുതൽ മുടക്ക് നടത്തിയിരിക്കുന്നത്. 3,500ഓളം കോടി രൂപ ഉൽപ്പാദന മേഖലയിലും ബാക്കി പ്രസരണ മേഖലയിലുമാണ് നടത്തിയിരിക്കുന്നത്. ഇനി ഭാവിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് പുറമെ കുറച്ച് നമുക്ക് ഞാൻ പറഞ്ഞത് KSEBയുടെ മുതൽ മുടക്ക് മാത്രമാണ്. സൗരോർജ്ജ മേഖലയിൽ മാത്രം കഴിഞ്ഞ 4 വർഷം കൊണ്ട് 8,000 കോടി രൂപയിലധികം മുതൽ മുടക്ക് സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകർ വഴി പ്രൊസ്യൂമേഴ്സ് വഴി റൂഫ് ടോപ്പ് സോളാറും അല്ലാതെയും പിന്നെ ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ ചെയ്തിട്ടുണ്ട്, സിയാൽ ഉൾപ്പെടെയുള്ളവർ. അതുപോലെ തന്നെ NTPC 92 മെഗാവാട്ടിൻ്റെ ഫ്ലോട്ടിംഗ് സോളാർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നോക്കുകയാണെങ്കിൽ 8,000 കോടി രൂപയിലധികം കേരളത്തിൽ സൗരോർജ്ജ മേഖലയിൽ മുതൽ മുടക്കും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം 35,000 കോടി രൂപയോളമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വൈദ്യുതി മേഖലയിൽ മുതൽ മുടക്ക് നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതിനേക്കാൾ അപ്പുറം വികസനമാണ് വൈദ്യുതി മേഖലയിൽ ഇപ്പോഴുതന്നെ അടിത്തറയിട്ടിരിക്കുന്നത്. വികസനത്തിനാണ് അടിത്തറയിട്ടിരിക്കുന്നത്. ഈ വർഷം കമ്മീഷൻ ചെയ്യുന്ന 500 മെഗാവാട്ട് 1,500 മെഗാവാട്ട് അവർ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഇതിന് ഏകദേശം 2,500 കോടി രൂപയോളം മുതൽ മുടക്ക് നടത്തേണ്ടി വരുന്നു. ഇത് KSEB നേരിട്ടല്ല മുതൽ മുടക്ക് നടത്തുന്നതെന്ന് പ്രത്യേകം പറയട്ടെ. എന്തായാലും ഇത്തരത്തിൽ ഇവിടെ കേരളത്തിലൊരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നു. ഇതിൽ ആദ്യത്തേത് നടപ്പിലാകുന്നത് മയിലാട്ടിയിലാണ്. മയിലാട്ടി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പം ഇത്തരത്തിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൽ അത് ഉടനടി തന്നെ നമുക്ക് നേട്ടം ഉണ്ടാവുന്നതാണ്. 500 മെഗാവാട്ട് 1,500 മെഗാവാട്ട് അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഏകദേശം 2,500 കോടി രൂപയോളം മുതൽ മുടക്കി സ്ഥാപിക്കുന്നു. ഇതിനു പുറമെ നമ്മൾ ഒരു പഠനം നടത്തുകയും അതുപോലെ തന്നെ ഏകദേശം 9,000 മെഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പമ്പ്ഡ് സ്റ്റോറേജിൻ്റെ സാധ്യതകൾ പറയുമ്പോൾ KSEBയുടെ അധീനതയിലുള്ള നിലയങ്ങളിൽ, അതായത് ഡാമുകളിൽ KSEB നേരിട്ടും അത് ഏകദേശം 6,000 മെഗാവാട്ടോളം പിന്നെ സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ KSEBയുടെ അധീനതയിലല്ലാത്ത പ്രദേശങ്ങളിൽ EMC മുഖേനയും എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ മുഖേന അതിന് ഏകദേശം 3,150 മെഗാവാട്ടോളം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ജോയിൻറ്റ് വെഞ്ചറായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണത്തോട് അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ഇത് 9,000 മെഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജിൽ വരുമ്പോഴത്തേക്കും അത് 10 വർഷത്തിനുള്ളിൽ വരുന്ന ഇതാണ് 9,000 മെഗാവാട്ട്. അതിന് തന്നെ ഏകദേശം 45,000 കോടി രൂപയോളം മുതൽ മുടക്ക് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൽ പമ്പ്ഡ് സ്റ്റോറേജിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന് ഈ വർഷം വരുന്ന മുതൽ മുടക്കും അതുപോലെ പമ്പ്ഡ് സ്റ്റോറേജിൽ വരുന്ന മുതൽ മുടക്കും പറഞ്ഞു. സ്മാർട്ട്
സ്മാർട്ട് മീറ്ററിൽ 50 ലക്ഷം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിന് ഏകദേശം 4000 കോടി രൂപയ്ക്ക് മുകളിൽ മുതൽ മുടക്ക് ഉണ്ടാവും. ഇത്തരത്തിൽ വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് തുടർന്നുള്ള വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വൈദ്യുതി ബോർഡിൽ അല്ലെങ്കിൽ കേരളത്തിലെ വൈദ്യുതി മേഖലയിൽ ഉണ്ടാകും. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനു പുറമെ ജലവൈദ്യുത പദ്ധതികളുടെ കാര്യം ഉണ്ട്. വിൻഡ് പവർ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ധാരാളം സാധ്യതകൾ വൈദ്യുതി മേഖലയിൽ കേരളത്തിലുണ്ട്. അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് KSEB മുന്നോട്ട് പോകുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ വിഷൻ. ഓക്കെ, താങ്ക് യു.